അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. റാഹത്തിനും സന്തോഷത്തിനും വേണ്ടി ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് നൂറെ ഹബീബെ മജ്ലിസിൽ പങ്കെടുത്ത് അല്ലാഹു ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. ഒരുപാട് കുപ്രചരണങ്ങൾ, അതെല്ലാം എല്ലാ ചങ്ങലകളും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഫളിലുകളാണ്. എല്ലാ മജ്ലിസിൽ ആര് എന്ത് നിയത്തി വെച്ചിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ അല്ലാഹു ഒരുപാട് ഫളില്, ഒരുപാട് നിഅമത്ത് അല്ലാഹു നൽകുന്നുണ്ട്. അത് ഞങ്ങളെ കറാമത്തൊന്നുമല്ല, അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മഹാന്മാരെ അവരെ പറന്നിറങ്ങുന്ന മജ്ലിസാണ്. ആ മജ്ലിസ് എപ്പോഴും നമ്മൾ ഒരുപാട് മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതാറുണ്ട്. അതാണ് ആ മജ്ലിസിന്റെ ഏറ്റവും വലിയ ബറക്കത്ത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നും ഇന്നലെയുമായിട്ട് ഒരുപാട് ഫളിലുകളാണ്. ഇന്ന് 9 വർഷമായി മകൾക്ക് വിക്കിന്റെ അസുഖമാണ്. പല ആളുകളും കമന്റ് കണ്ടു, വിക്കിന്റെ അസുഖമാണ്. ഈ മജ്ലിസിൽ നിയ്യത്ത് വെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോളെ വിക്ക് അല്ലാഹു മാറ്റിക്കൊടുത്തു. അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു കുടുംബവുമായി ഭാര്യയും ഭർത്താവും വളരെ വിഷമത്തോടെ പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഫോൺ വിളിക്കൂല, സംസാരിക്കൂല, ഒരു ബന്ധമില്ല. അങ്ങനെ വേറെ വേറെ വീടുകളിലായിരുന്നു. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിൽ ഇരുന്ന്, നൂറെ ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്തു. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞു. അതിന്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹു ആ കുടുംബത്തെ ഒന്നിപ്പിച്ചു. വളരെ സന്തോഷത്തോടെ ഇന്നലെ വന്ന് ആ കുടുംബം സന്തോഷം അറിയിച്ചു. ഇതൊക്കെ അല്ലാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന നിഅമത്താണ്. ഇൻഷാ അല്ലാഹ് ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് അല്ലാഹു ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു സന്തോഷം അല്ലാഹു നൽകട്ടെ. ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവർ അല്ലാഹുവിനോട് സമാധാനം പറയുക തന്നെ ചെയ്യേണ്ടി വരും. എല്ലാവരും ദ്വാരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.